അങ്ങനെ പനിയും പരീക്ഷയും എല്ലാം കഴിഞ്ഞ് ഒരിടവേളയ്ക്ക് ശേഷമാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ദേ ഈ 3-ാം തീയതി തൊട്ട് ബിഗ് ബോസ് തുടങ്ങി. എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലേ? കുറേ പേര് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഫാൻസും ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രോമോ കാണണം, റിവ്യൂ കാണണം, ഫുൾ എപ്പിസോഡ് കാണണം, മറ്റേ 30 മിനിറ്റ്സ് കാണണം. ഇത് പോരാഞ്ഞ് സീൻ അടിപൊളിയാണെങ്കിൽ ലൈവും കാണണം. എല്ലാത്തിനും കൂടെ സമയം കിട്ടുമോ ആവോ? ഹിന്ദിയും തമിഴും മലയാളവും കണ്ടതിൻ്റെ പരിചയം വെച്ച് റിവ്യൂ ചെയ്താലോ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. നോക്കാം, സമയമാവട്ടെ അല്ലേ? എന്തായാലും ബിഗ് ബോസ് 7ലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും നമുക്ക് വിഷ് ചെയ്യാം. വിന്നറിനെ അറിയണമെങ്കിൽ ഇനിയൊരു 3 മാസം കാത്തിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ വരും എന്ന് കണ്ടറിയാം. ഫാൻ ഫൈറ്റും ആർമി ഫൈറ്റും ഒക്കെ നടക്കാൻ പോകണല്ലേ ഉള്ളൂ. പക്ഷേ ഇത്തവണ റിവ്യൂവർ ഫൈറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഹൈലൈറ്റ്. എന്തായാലും നമുക്ക് അതൊക്കെ കണ്ടിരുന്ന് കാണാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കോട്ടയംകാരുടെ രീതിയിൽ കുടംപുളി ഇട്ട് വെച്ച മീൻകറിയാണ്. ഇതിന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. പച്ചമുളകും വെളുത്തുള്ളിയും അതും ഇതും എല്ലാം കൂടി ഇട്ട് വഴറ്റുന്നു. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുന്നു. അതിനുശേഷം കുടംപുളി ഇട്ട വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം കൂടെ തിളച്ച് കഴിയുമ്പോൾ മീനും ഇടുന്നു. ഇതാണ് മീനിട്ടെല്ലാം കഴിഞ്ഞ് പാത്രം മൂടി വെച്ച് മീൻ വെന്ത് കഴിയുമ്പോൾ കറി റെഡി. ഇതിൻ്റെ അകത്ത് വേറെ അരപ്പൊന്നും ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ കറിയുടെ ചാറ് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ചാറ് വേണമെന്നില്ല. കാരണം ഞാൻ ഇതിനൂടെ മോരൊഴിച്ചാണ് കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ചോറും മോരും മീൻകറിയും പിന്നെ ഒരു തോരനും. ഉഫ്! പിന്നെ വയറ്റിലോട്ട് എന്തുമാത്രം ചോറ് പോകുന്നതിനൊരു കണക്കില്ല. ഇതും പോരാഞ്ഞിട്ട് തലേദിവസത്തെ ചെമ്മീൻ പീരയും കൂടെ ഉണ്ടായിരുന്നു. ഓഹ്! പിന്നെ പറയണോ? ഇങ്ങനത്തെ 2 പ്ലേറ്റാണ് ഞാൻ തീർത്തത്. ഡയറ്റാണ് പോലും ഡയറ്റ്.